ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഫിലഡൽഫിയ ഫാമിലി മീഡിയയിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത് വാക്യം വായിക്കുന്നു. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അനുഗ്രഹീതമായ നല്ല വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു ദൈവവചന ചിന്തയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. സർവശക്തനായ കർത്താവ് മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനം അത്ഭുതമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വളർച്ച അത്ഭുതമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു അത്ഭുതമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് ഒരു അത്ഭുതമായിരുന്നു. യേശു ഒരു അത്ഭുതമായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ കർത്താവിന് ഒത്തിരി അധികം ശിക്ഷഗണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 12 ശിഷ്യന്മാര്, 70 ശിഷ്യന്മാര് എന്നൊക്കെ വായിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു തിരുവെഴുത്ത് പ്രകാരം മരിച്ചു. തിരുവെഴുത്തുകൾ പ്രകാരം മരണത്തെ ഭേദിച്ച് ഉയർത്തതിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട 2 പേർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മൾ വായിച്ച ചിന്തയ്ക്ക് ആധാരം. അതിലൊരു വ്യക്തിയുടെ പേര് ക്ലയോപ്പാവെന്നാണ്. ഇവർ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മവൂസ് എന്ന ഗ്രാമം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എമ്മവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേദശാസ്ത്രികളുടെ അഭിപ്രായത്തിൽ അവഗണിക്കപ്പെട്ട ഇടം, അല്ലെങ്കിൽ അത് കൊള്ളരുതാത്ത ഒരിടമെന്ന് ഇങ്ങനെ അർത്ഥമാക്കുന്നു. യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ നഗരമെന്നാണ്. അപ്പോൾ എമ്മവൂസ് എന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ യെരുശലേം എന്ന സ്ഥലത്ത് നിന്ന് എമ്മവൂസ് എന്ന ഗ്രാമത്തെ ലക്ഷ്യമാക്കി പോകുമ്പോൾ അവരുടെ യാത്ര, അവരുടെ പോക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരെ മടക്കിക്കൊണ്ടുവരുന്ന ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഇവർ പോകുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ഇവരിൽ അന്ന് 2 പേര്, അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നുവെന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരുന്നുവെന്ന് അവിടെ വായിക്കുന്നു. യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരുന്ന, യേശുക്രിസ്തുവിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ആകസ്മികമായിട്ട് യേശുക്രിസ്തുവിന്റെ തിരോധാനം ഇവരിൽ
വളരെ ദുഃഖത്തിനും വേദനയ്ക്കും ഇടയാക്കി. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും യെരൂശലേമിൽ നിന്ന് എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. എന്നാൽ സ്നേഹസ്വരൂപനായ ദൈവം, സകല മനുഷ്യഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് അവരെക്കുറിച്ച് ദൈവത്തിന് ഹിതമുള്ളത് കൊണ്ടും ദൈവത്തിന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ശുശ്രൂഷകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവിന് ഹിതമുള്ളതാകയാലും എമ്മൂസ് എന്ന് അവഗണിക്കപ്പെട്ട ഇടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരെ യെരൂശലേം എന്ന സമാധാന അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭം അവിടെ കാണുകയാണ്. ഇവർ പോകുന്ന സമയത്ത് കർത്താവ് അവരോട് കൂടെ നടക്കുന്നു. ഇവരോട് ചില സംശയങ്ങൾ ചോദിക്കുന്നു. അതിന് 24-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തെ കർത്താവ് ചോദിക്കുന്നു, ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞ മറുപടി, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഇവിടെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു നല്ല സാക്ഷ്യം, യേശു ക്രിസ്തു പ്രവൃത്തിയിൽ ശക്തിയുള്ള ദൈവമാണ്. യേശു ക്രിസ്തു വാക്കിൽ ശക്തിയുള്ള ദൈവമാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, നമ്മുടെ കർത്താവ് പ്രവൃത്തിയിൽ ശക്തിയുള്ള ദൈവമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഏതൊരു പ്രവൃത്തിയിലും ശക്തി വ്യാപരിച്ചിരുന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ ജീവിതത്തിൽ ഏത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയത്തെയും യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ആ അനുഭവത്തെ വിജയപഥത്തിലേക്ക് എത്തിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഞാൻ ഇത്തരത്തിൽ പറയട്ടെ. അർത്ഥം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇവരുടെ സാക്ഷ്യം, യേശു ക്രിസ്തു പ്രവൃത്തിയിൽ ശക്തിയുള്ള ദൈവമായിരുന്നു, അവൻ വാക്കിൽ ശക്തിയുള്ള ദൈവമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പെട്ടെന്നുള്ള തിരോധാനം ഇവിടെ ഹൃദയത്തിനകത്ത് സംശയത്തിനിടയാക്കി ദുഃഖത്തിന് കാരണമാക്കിയിട്ടാണ് അവരിങ്ങനെ എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. പോകുമ്പോൾ കർത്താവ് അവരെ അടുക്കിലേക്ക് ചെന്ന് അവരോട് സംസാരിക്കുന്നു. അവർ കർത്താവിനോട് മറുപടി പറയുന്നു. യേശു അവരെ ദൈവവചനത്തിന്റെ, കർത്താവിന്റെ തിരുവെഴുത്തുകൾ, പഴയ നിയമ ന്യായപ്രമാണ പുസ്തകത്തിൽ മോശെ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങൾ തുടങ്ങി മലാഖി പ്രവചനം വരെയുള്ള പുസ്തകങ്ങളിൽ മുഴുവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സങ്കീർത്തന പുസ്തകങ്ങളിലുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിലെല്ലാം കർത്താവിനെ കുറിച്ചുള്ളതാണെന്ന് ഇവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ, തിരുവെഴുത്തുകളെ തെളിയിക്കുന്ന ആ സമയത്ത് അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായ കത്തൽ അവർക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ, അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ഇപ്രകാരം പറഞ്ഞത്, അവൻ നമ്മോട് വഴിയിൽ വെച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ അകത്ത് ഒരു കത്തൽ ഉണ്ടാകണം. ദൈവത്തിന്റെ തിരുവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവത്തിന്റെ തിരുവചനം, കർത്താവിന്റെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, വചനം, അല്ലെങ്കിൽ കർത്താവ് വചനമായിരുന്നവൻ മാംസം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു. ദൈവത്തിന് മഹത്വം. ദൈവശ്വാസയുമായ ദൈവവചനം. അപ്പൊ ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനം. ആ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കത്തലുണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ അകത്ത് കത്തലുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. പോകുന്നത് എമ്മൂസിലാണ്. ദൈവം അവരെ ആക്കി വെച്ചത് യെരൂശലേമിലും. സമാധാന അനുഭവത്തിൽ ആക്കി വെച്ചിരുന്ന ഇവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് പോകുമ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരുന്ന സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ മഹാകരുണ ഇവിടെ കാണുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അകത്ത് കത്തലുണ്ടായപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വാക്യം 33 ഇങ്ങനെ വായിക്കുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൊ അകത്ത് കത്തലുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒന്നാമത് സംഭവിക്കുന്നത് ഒരു മടങ്ങി വരവുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകുമ്പോൾ ആത്മീകത്തിൽ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അകത്ത് കത്തലുണ്ടാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ കുറ്റബോധമുണ്ടാകും. നാം ആത്മീകത്തിൽ ഉണർവുള്ളവരായി തീരും.
അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരും ആത്മാവിൽ എരിവുള്ളവരുമായിരിക്കണമെന്ന്. ഉത്സാഹികളായിരിക്കണം, ആ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായിരിക്കണം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. കർത്താവിന് മഹത്വം. അപ്പോൾ കർത്താവിന്റെ തിരുവചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു മടങ്ങിവരവുണ്ടാകും. ഈ മടങ്ങിവരവുണ്ടാകും എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യമുണ്ടായി അവർ പോകുന്നത് തെറ്റായ പാതയിലേക്കാണ്, അവർ പോകുന്നത് അവഗണിക്കപ്പെട്ട ഇടത്തേക്കാണ്. അവർക്ക് ബോധ്യമുണ്ടായി ദൈവം നമ്മെ ആക്കി വെച്ചത് യെരൂശലേമിലാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ യെരൂശലേമിൽ ആക്കി വെച്ചിരുന്നത്. എന്നാൽ നമ്മുടെ പോക്ക് ഇപ്പോൾ എമ്മവൂസ് എന്ന അവഗണിക്കപ്പെട്ട ഹിതമില്ലാത്ത ഇടത്തേക്കായതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവൻ ദൈവത്തിന്റെ തിരുവചനങ്ങൾ അവന്റെ തിരുവായി ഒഴിഞ്ഞ് വചനം മാംസം ധരിച്ചു വന്നവൻ തന്നെ അവൻ വചനം സംസാരിക്കുമ്പോൾ അകത്ത് കത്തലുണ്ടായി എന്ന് പറയുന്നു. ആ കത്തൽ അവരെ കൊണ്ടുവന്നത് മടങ്ങിവരവിലേക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകത്ത് കത്തൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം മടങ്ങിവരവുണ്ടാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം എവിടെയാണ് ദൈവത്തിൽ നിന്ന് അകന്ന് പിന്മാറിയിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നത്? ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകത്ത് കത്തലുണ്ടാകുകയും മടങ്ങിവരവ് ഉണ്ടാകുകയും ചെയ്യട്ടെ. പ്രാർത്ഥന ജീവിതത്തിൽ മടങ്ങിവരവുണ്ടാകട്ടെ, ദൈവവചനം വായിക്കുന്നതിൽ മടങ്ങിവരവുണ്ടാകട്ടെ, കൂട്ടായ്മ ബന്ധങ്ങളിൽ മടങ്ങിവരവുണ്ടാകട്ടെ. ആത്മീക തലത്തിൽ ആത്മീയമായിട്ട് എവിടെല്ലാം നാം ശോഷിച്ചിരിക്കുന്നോ, എവിടെല്ലാം ക്ഷീണിച്ചിരിക്കുന്നോ, അവിടെല്ലാം ഒരു പുതിയ ഉണർവോടുകൂടി ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകട്ടെ. അതിന് അകത്ത് ദൈവവചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം നമ്മൾ വായിച്ചു, അവിടെ ഹൃദയത്തിനകത്ത് കത്തലുണ്ടായപ്പോൾ ജീവിതത്തിൽ ഒന്നാമത് സംഭവിച്ചത് ഒരു മടങ്ങിവരവ് ഉണ്ടായി. ആത്മീകത്തിൽ ഒരു മടങ്ങിവരവ്. രണ്ടാമത് സംഭവിച്ചത് 45-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ അകത്ത് കത്തലുണ്ടാകുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കും, ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കും. കർത്താവിന് മഹത്വം. ദൈവത്തിന്റെ തിരുവചനം അതുപോലെ ഗ്രഹിക്കേണ്ടതിനും കർത്താവിന്റെ തിരുവചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുന്ന ആത്മീക പൊരുളുകൾ, ആത്മീക മർമ്മങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറക്കും. കർത്താവിന് മഹത്വം. ഇവിടെ സംഭവിച്ചത്, ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നപ്പോൾ അവർക്ക് ബോധ്യം വന്നത് ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗം വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സത്യത്തെ ഗ്രഹിപ്പാൻ ദൈവം അവരുടെ ബുദ്ധിയെ തുറക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ മഹത്വം. അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒന്നാമത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് മടങ്ങിവരവുണ്ടായി. അവർ പോകുന്നത് കർത്താവിന് ഹിതമില്ലാത്ത ഇഷ്ടമില്ലാത്ത ഇടത്തേക്കാണെന്നുള്ള ബോധ്യമുണ്ടായിട്ട് അവിടെ കർത്താവ് ആ മടങ്ങിവരവിൽ തന്നെ ദൈവം രണ്ടാമത് ചെയ്തത് അവരുടെ ബുദ്ധിയെ തുറന്നു. ബുദ്ധിയെ തുറന്നപ്പോൾ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. കർത്താവ് അനുഭവിച്ച വേദന, കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ, കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു, നമ്മുടെ ശാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുള്ളതായ ബോധ്യം അവർക്ക് മനസ്സിലായിട്ട് അവർ മടങ്ങി വരുന്ന അനുഭവത്തെയാണ് നാം അവിടെ കാണുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വാക്യം 50-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം അവൻ അവരെ ബേഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ ചിന്ത പറയാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. 1-2 തെളിവുകൾ പറയട്ടെ. ഫിലിപ്പോസും നഥനയേലും തമ്മിലുള്ളതായ സന്ധി സംഭാഷണം, അത് കഴിഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് നഥനയേൽ വരുമ്പോൾ കർത്താവ് വ്യക്തിയെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നു. എന്നെ എവിടെ വെച്ചറിയും, എങ്ങനെ അറിയുമെന്നുള്ള ചോദ്യത്തിന്റെ കർത്താവിന്റെ മറുപടി ഇങ്ങനെയാണ്,
ഫിലിപ്പോസ് നിന്നെ വന്ന് വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവിന് മഹത്വം. ഗലീല കടലിന്റെ അടിത്തട്ടിൽ അനേക ദശലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ വിഹരിക്കുമ്പോൾ ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ദ്രഹ്മ കാണാൻ കഴിയുന്ന കണ്ണുള്ളൊരു കർത്താവ് മനുഷ്യനായി ഭൂമിയിലായിരുന്നപ്പോൾ ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ടായിരുന്നു. കാരണം യേശു സർവശക്തനായ ദൈവമാണ്. അവൻ സർവവല്ലഭനായ ദൈവമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവിടെ എഴുതി വെച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് ആമേൻ വളരെ ശക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. കർത്താവ് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കർത്താവ് ഈ ഭൂമിയിൽ ജഡാവതാരത്തിലായിരുന്നപ്പോൾ അനുഗ്രഹിക്കത്തക്കവണ്ണം കർത്താവിന്റെ കരം തൊട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഭാഗ്യം അവർക്ക് ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ അകത്ത് കത്തലുണ്ടാകുമ്പോൾ ഒന്നാമത് ആത്മീകത്തിലേക്ക് മടങ്ങി വരവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഒന്ന്, ആത്മീകത്തിൽ മടങ്ങി വരവുണ്ടാകും. രണ്ട്, ആമീൻ, കർത്താവ് നമ്മെ ഹൃദയത്തെ, നമ്മുടെ ബുദ്ധിയെ തുറക്കും. മൂന്നാമത് ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവം അവരെ കരം തൊട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം കർത്താവിന് മഹത്വം 52-ാം വാക്യത്തിൽ വായിക്കുന്നു, യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ദൈവത്തിന് ഇവരെ കുറിച്ചുള്ള ഹിതം അതായിരുന്നു. അവർ എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കണം, എല്ലായ്പ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം, എല്ലായ്പ്പോഴും ദൈവിക ബന്ധത്തിലായിരിക്കണം, എപ്പോഴും ദൈവിക ആരാധനയിൽ ഇവരായിരിക്കണമെന്ന് കർത്താവിന് അവരെ കുറിച്ച് ഹിതമുണ്ടായിരുന്നു. അവരെ കുറിച്ചുള്ള ദൈവിക നിർണയം അതായിരുന്നു. അതിന് വിഭിന്നമായിട്ടാണ് അവർ അവരുടെ സ്വന്തം വഴിയിലേക്ക് തിരിഞ്ഞു പോയത്. സദൃശവാക്യങ്ങൾ വായിക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കർത്താവിന് മഹത്വം. അവർ സ്വന്തം വിവേകത്തിലൂന്നി സ്വന്തം വഴിയിലേക്ക് പോയപ്പോൾ സ്നേഹസ്വരൂപനായ ദൈവം അവരെ മടക്കി കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് കത്തലുണ്ടായാൽ മടങ്ങി വരവുണ്ടാകും. നമ്മുടെ അകത്ത് ദൈവവചനം കേൾക്കുമ്പോൾ കത്തലുണ്ടായാൽ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ബുദ്ധിയെ ദൈവം തുറക്കും. നമ്മുടെ ആമേൻ ഹൃദയത്തെ കർത്താവ് തുറക്കും. ദൈവവചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടായാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ കരം തൊട്ട് അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ ആമേൻ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിച്ചു മാനിക്കും. നമ്മെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുവാൻ അവൻ നന്മയ്ക്ക് വേണ്ടി നമുക്ക് അടയാളങ്ങൾ ചെയ്യും. കർത്താവിന് മഹത്വം. അവൻ നമ്മെ മാനപാത്രമാക്കി ഉയർത്തും. കാരണം അവനെ ആരാധിക്കുവാനും അവനെ സ്നേഹിച്ച് അവനെ സേവിച്ച് അവൻ തരുന്ന ആയുസ്സ് മുഴുവൻ അവനെ ആരാധിക്കുവാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകട്ടെ, ഒരു മടങ്ങി വരവുണ്ടാകട്ടെ. അതിനായി സർവശക്തനായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.